വയലുകളിൽ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ദേശാടന ജലപക്ഷികളുടെ വരവ് തുടങ്ങി. ദേശങ്ങൾ താണ്ടി വയലുകളിലെത്തിയ ദേശാടന ജലപക്ഷികൾ കാഴ്ചകളുടെ വർണ്ണ വിരുന്നൊരുക്കാനെത്തി. അരിവാൾ കൊക്കൻ, ഇരട്ടക്കൊക്കൻ, ബകം തുടങ്ങി പക്ഷികളാണ് കൂട്ടത്തോടെ ചേന്ദമംഗല്ലൂർ പാടങ്ങളിൽ വിരുന്നെത്തിയത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ജലപക്ഷികളാണ് കഴിഞ്ഞ ദിവസം മുതൽ എത്തിത്തുടങ്ങിയത്. സമീപ പ്രദേശങ്ങളായ പുൽപ്പറമ്പ്, ആറ്റുപുറം, നായർക്കുഴി, പൊറ്റശ്ശേരി, മണാശ്ശേരി, കൂളിമാട് എന്നിവിടങ്ങളിലെ വയലുകളിലാണ് പക്ഷികൾ കൂട്ടമായി വിരുന്നെത്തിയത്. സാധാരണ ഇടവപാതിയോടെയാണ് കേരളത്തിലെ വയലുകളെ ലക്ഷ്യമിട്ട് നിരവധി വിഭാഗത്തിലുള്ള ജലപക്ഷികൾ എത്താറുള്ളത്. ഇക്കുറി അല്പം വൈകിയാണ് സാന്നിധ്യം പ്രകടമായത്. ഓരോ ജനുവരി മാസത്തിലും ജലപക്ഷികൾ വരാറുണ്ട്. ഇവർ മാർച്ചോടെ കുഞ്ഞുങ്ങളുമൊത്ത് യാത്ര തിരിക്കും. രണ്ടാം ഘട്ടമായാണ് കാലവർഷത്തിന്റെ അറിയിപ്പോടെയുള്ള ഇടവപാതിയിൽ ജലപക്ഷികൾ എത്തുന്നത്. കൂട്ടമായിട്ടുള്ള പറക്കലും വയലുകളിലെ കുഞ്ഞുമത്സ്യങ്ങളെ ഓടി നടന്നുള്ള മീൻപിടുത്തവും മനോഹരമായ കാഴ്ചയാണ്. കൊറ്റിവർഗക്കാരായ ജലപക്ഷികളുടെ വെള്ളയും കറുപ്പും മഞ്ഞയും ചേർന്നുള്ള തിളക്കമാർന്ന തൂവലുകൾ വയലുകളിലെ ഇരുണ്ട പച്ചപ്പിൽ കാഴ്ചയുടെ വസന്തം തന്നെ തീർക്കുന്നു. ചിന്നമുണ്ടി, പെരുമുണ്ടി, ചായമുണ്ടിയും വയലുകളിൽ വരവറിയിച്ചിട്ടുണ്ട്. അരിവാൾ കൊക്കൻ പക്ഷികളാണ് കഴിഞ്ഞ ദിവസം കൂടുതലായി എത്തിയത്. താഴോട്ട് വളഞ്ഞ മുട്ടതലയും നീണ്ട കഴുത്തുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർ നിരവധിയാണ്. ചായമുണ്ടിയുടെ നീണ്ട മെലിഞ്ഞ കഴുത്തും ശരീരത്തിലെ മഞ്ഞയും തവിട്ട് നിറവും മഞ്ഞകണ്ണും ഇമ്പമാർന്നതാണ്. കാലിമുണ്ടിയുടെ ഇടയ്ക്കുള്ള വർണ്ണമാറ്റവും ശ്രദ്ധേയമാണ്. ദേശാടന പക്ഷികളെ വേട്ടയാടുന്ന സംഘങ്ങളും സജീവമാണ്. ഇത്തരം സംഭവം കഴിഞ്ഞ മാസം കൊടിയത്തൂർ കാരകുറ്റി മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിരുന്നെത്തിയ പക്ഷികൾക്ക് നിർഭയം ചിറകടിച്ച് പറക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയാൽ വരും കാലങ്ങളിൽ മല പോലെ, പുഴ പോലെ ഈ കാഴ്ചയും നമുക്ക് അന്യമാകും.